2 ദിവസത്തിനുള്ളിൽ ഞാനൊരു പുതിയ രാജ്യത്തേക്ക് കേറി പോകുമ്പോൾ എനിക്ക് കിടക്കാൻ പോലും സ്ഥലമില്ലാന്ന് പറയുന്നിടത്ത് നിന്നാണ് അതും പട്ടിക്കാട്ടിലുള്ളൊരു ഹോട്ടൽ തുടങ്ങുന്നത് 12,000 രൂപയ്ക്കാണ്. ഇത് നോക്കും €2 നാട്ടിൽ ഒരു ₹200 വേണോ? നമ്മൾ കൈകൊണ്ട് കഴിച്ചിട്ട് നമ്മൾ ചുറ്റിനും നോക്കുമ്പോഴത്തേക്കിന് ആൾക്കാരെല്ലാം മറ്റേ ഫോർക്കും മറ്റേ നൈഫും എല്ലാം വെച്ച് മറ്റേ ഇങ്ങനെ ഇരുന്ന് മുറിച്ച് മുറിച്ച് കഴിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഈ 2024 സെപ്റ്റംബറിലാണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സിനായിട്ട് അയർലൻഡിലേക്ക് വണ്ടി കയറുന്നത്. പണിയൊക്കെ എടുത്ത് മടുത്തായിരുന്നു. ഒരു 3, 4 വർഷത്തെ ഒരു സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റിൽ നിന്ന് ഐ നീഡഡ് എ ബ്രേക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത്. എന്റെ റിയാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെയാണ്. അതായത് ഞാൻ വരുന്നതിന് ഒരു 2 ദിവസം മുമ്പ് ഞാൻ ഓൾറെഡി ഒരു അക്കോമഡേഷൻസ് പറഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്നു. ബിക്കോസ് അക്കോമഡേഷൻ ക്രൈസിസ് ഇസ് എ ഹ്യൂജ് തിങ്. എസ്പെഷ്യലി അയർലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അക്കോമഡേഷൻ ക്രൈസിസ് ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങളിപ്പം പോയി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആഹ്, ഇങ്ങോട്ട് വരുന്നതിന് 1 മാസം മുമ്പ് തന്നെ അക്കോമഡേഷനൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്നു. പക്ഷെ വാട്ട് ഹാപ്പൻഡ് ഈസ് ഒരു 2 ദിവസം അതായത് ഞാൻ ഇങ്ങോട്ട് കേറുന്നതിന് 2 ദിവസം മുമ്പ് ആ പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് അയച്ച് പറയുവാണ്, "ദ അക്കോമഡേഷൻ വി ഹാവ് ഗിവൻ ഇറ്റ് ടു സമ്മൺ എൽസ്." അതായത് 1 മാസം മുമ്പ് ഞാൻ പറഞ്ഞു വെച്ചിരുന്ന ഒരു അക്കോമഡേഷൻ 2 ദിവസം മുമ്പ് ഞാൻ കേറി വരുന്നതിന് 2 ദിവസം മുമ്പ് വേറൊരാൾക്ക് കൊടുത്തു. സോ ഐ വാസ് ലൈക്ക് ഒന്നാമത് നമ്മളുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അറ്റ്‌ലീസ്റ്റ് ഹോട്ടലിൽ പോയി ഒരു റൂം എടുക്കാന്നുള്ളതെങ്കിലും പറയാം. പക്ഷെ പുറത്തൊരു രാജ്യത്ത് അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് പോലും അറിയാത്തൊരു സമയത്ത് 2 ദിവസത്തിനുള്ളിൽ ഞാനൊരു പുതിയ രാജ്യത്തേക്ക് കേറി പോകുമ്പോൾ എനിക്ക് കിടക്കാൻ പോലും സ്ഥലമില്ലാന്ന് പറയുന്നിടത്ത് നിന്നാണ് എന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഒരു ദിവസം ഫുൾ ഇരുന്ന് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഒരു മാസത്തോളം നോക്കിയിട്ടാണ് എനിക്ക് അക്കോമഡേഷൻ കിട്ടിയെന്ന് ഓർക്കണം. അതിനുശേഷം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഒരു ഹോസ്റ്റലിൽ ഇവിടെ ബുക്ക് ചെയ്തു. കാരണം ഇവിടെ ഹോട്ടൽസ് സ്റ്റാർട്ട് തുടങ്ങുന്നത് 12,000 രൂപയിലാണ് ഹോട്ടൽസ്. അതും പട്ടിക്കാട്ടിലുള്ളൊരു ഹോട്ടൽ തുടങ്ങുന്നത് 12,000 രൂപയ്ക്കാണ്. അപ്പൊ എനിക്ക് എന്തായാലും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കയ്യിലുണ്ടായിരുന്ന ഒരു 2,00,000 രൂപയ്ക്ക് അടുത്തുള്ള സേവിങ്സ് 3 വർഷം പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു 2,00,000 രൂപയ്ക്ക് അടുത്തുള്ള ഒരു സേവിങ്സും ബാക്കി മൊത്തം എഡ്യൂക്കേഷൻ ലോണുമായിട്ടാണ് ഞാൻ വണ്ടി കയറുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് വന്നേ പറ്റത്തുള്ളൂ. എനിക്ക് എന്തായാലും എവിടെയെങ്കിലും കിടക്കണം. അപ്പൊ ഞാനൊരു 10 ദിവസത്തേക്കിന് ഹോസ്റ്റൽ ബുക്ക് ചെയ്തു. ഒരു ദിവസത്തേക്കിന് €40 അതായത് ഒരു ദിവസത്തേക്കിന് ₹4,000. 10 ദിവസത്തേക്കിന് ₹40,000. ഉണ്ടായിരുന്ന 2,00,000 ആ ഒരു ഇനീഷ്യൽ ആ ഒരു ഇതിൽ നിന്ന് ഓൾറെഡി നല്ലൊരു എമൗണ്ട് പോയി. ആ ഒരു ടെൻഷനോട് കൂടിയാണ് ഞാൻ ഫ്ലൈറ്റ് കയറുന്നത്. പ്ലസ് ദ ഇമോഷണൽ സൈഡ് ഓഫ് ഇറ്റ് ലീവിങ് ഓൾ യുവർ പേരന്റ്സ് ആൻഡ് യുവർ ലവ്ഡ് വൺസ് അതെല്ലാം ഒരു ബാഗേജ് ആക്കിയാണ് ഞാൻ ഫ്ലൈറ്റ് കയറുന്നത്. ആൻഡ് ദെൻ 10 ദിവസം എനിക്ക് അക്കോമഡേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ മൈൻഡിൽ വിചാരിക്കുന്ന ഓക്കെ ഞാനവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഉള്ള സമയത്ത് 10 ദിവസം കൊണ്ട് എനിക്ക് അക്കോമഡേഷൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. 10 ദിവസം 11ആയി, 12ആയി, 15ആയി, 20 ദിവസമായി. നോ അക്കോമഡേഷൻ. അതായത് ഇവിടെ വന്ന് ഇത്രയും ദിവസമായിട്ടും അക്കോമഡേഷൻ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയിട്ടില്ല. പ്ലസ് നമ്മൾ ക്ലാസ്സിന് പോവാണ്. അപ്പം കോളേജ് ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാണ്. എങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. ആൻഡ് ഇവിടെ വേറെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മുടെ കയ്യിൽ ബൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നാട്ടിലൊരു ചായക്ക് കുടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ബൈക്കെടുത്ത് അപ്പുറത്ത് വരെ പോകണമെങ്കിലും ബൈക്കെടുത്ത് പോകുന്നത് നമ്മളാണ്. ഇത് ഞാനപ്പോൾ പിന്നെ ഓരോ ദിവസമായിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. കാരണം ഇന്ന് കിട്ടും, നാളെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 20, 25 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് ഒരു അക്കോമഡേഷന് കിട്ടുന്നില്ല. ആൻഡ് ഒരു ദിവസം ആക്ച്വലി എനിക്ക് ആ ഹോസ്റ്റലിൽ തന്നെ ബുക്ക്ഡ് ആയ കാരണം ഐ ഹാഡ് ടു സ്ലീപ്പ് ഔട്ട്സൈഡ്. പുറത്ത് ഈ തണുപ്പത്ത് ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്ര തണുപ്പായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് വന്നിറങ്ങുന്ന ഒരു മാസം. ദിസ് ഈസ് ദിസ് ഈസ് ദ ഹാർഷ് റിയാലിറ്റി ദാറ്റ് വി ലാൻഡ് ഇൻടു. ലോൺലിനെസ്. അതായത് ഇവിടെ വന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലർ എൻജോയ് ചെയ്യുന്നതും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് റിഗ്രറ്റ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു അല്ലെങ്കിൽ വെറുക്കുന്നൊരു കാര്യമാണ് ലോൺലിനെസ്. ബിക്കോസ് ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ട് ലൈക്ക് ദ ക്ലാസിക് ഇൻട്രോവേർട്സ്. അവർക്ക് ഈ എല്ലാത്തിൽ നിന്നും മാറി കുറേ ടൈം അവർക്ക് വേണ്ടി മാത്രം കിട്ടുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഗുഡ് തിങ്, നല്ലൊരു കാര്യമാണ്. പക്ഷെ ദർ ഇസ് അനദർ സെക്ഷൻ ഓഫ് ആൾക്കാരും ഹു ആർ ലൈക്ക് അതായത് ഒരുപാട് ആൾക്കാർ ചുറ്റിനുണ്ടായിരുന്നു. അത് നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, നമ്മുടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ ലവ്ഡ് വൺസ് ആയിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനുണ്ടായിരുന്നത് ഒരു റൂമിന് നമ്മൾ ഒറ്റയ്ക്കാവുന്നൊരവസ്ഥ. അതായത് എല്ലാ ദിവസവും കോളേജിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കിന് എന്തിന് ഞാൻ ആ റൂമിലോട്ട് പോണം എന്നുള്ളൊരു മൈൻഡിലൊരു തോട്ട് വരുന്ന ആ ഒരവസ്ഥ. അതായത്
കിട്ടാവുന്നതിൽ ഏറ്റവും ലാസ്റ്റ് ബസ് പിടിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി മാത്രം അക്കോമഡേഷനിൽ വന്ന ദിവസങ്ങളുണ്ട്. അതായത് കാരണം വന്നിട്ടൊന്നുമില്ല. ആരോട് സംസാരിക്കാൻ ആരുമില്ല. അതായത് ഞാൻ നിന്നിരുന്നത് ഒരു ഹൗസ് അതായത് ഒരു ലാൻഡ് ലോർഡിന്റെ കൂടെയാണ്. ലാൻഡ് ലേഡിയായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര എന്താ പറയുന്നത് ഏജ്ഡ് ആണ്. പ്ലസ് പുള്ളിക്കാരി ഭയങ്കര എന്താ പറയുന്നത് ഒരു സെർട്ടൻ ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ഒരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്തിരുന്നത് 10:30 ആകുമ്പോഴത്തേക്കിന് ഞാൻ സിറ്റിയിൽ നിന്നുള്ള ബസ് പിടിച്ചിട്ട് ഈ പറയുന്ന അക്കോമഡേഷനിലേക്ക് വരത്തുള്ളൂ. സോ ദാറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് നേരെ കിടന്നുറങ്ങിയാൽ മതിയുള്ളൂ. പിറ്റേ ദിവസം രാവിലെ എണീക്കുക, കോളേജിൽ പോവാം. ക്ലാസ് ഉണ്ടോ ക്ലാസ് ഇല്ല ഒന്നും നോക്കുന്നില്ല. നേരെ കോളേജിലേക്ക് പോവാം. ബിക്കോസ് ബിക്കോസ് ആഫ്റ്റർ എ പോയിന്റ് യു ഫീൽ ലൈക്ക് റിയലി അലോൺ. ഞാനൊരു ഒരു ഒരു എന്താ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ആംഫിവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഐ എൻജോയ് മൈ ടൈം സ്പെൻഡ് അലോൺ. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഇരിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ആഫ്റ്റർ എ പോയിന്റ് ആ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒറ്റയ്ക്കിരിപ്പായി പോവും. അതായത് ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു എൻഡിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കിന് ഇറ്റ്സ് റിയലി ഹാർഡ് ടു ആഹ്, എന്താ പറയുന്നത് ഡീൽ വിത്ത് ദാറ്റ് ഫോർ I've seen lot of students facing lot of issues dealing with that. ആൻഡ് എന്താ പറയാ നമുക്കതിനകത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയാ ആക്റ്റീവ് ആവുക, പുറത്തിറങ്ങി ആൾക്കാരായിട്ട് സംസാരിക്കുക, മേക്ക് ഫ്രണ്ട്സ് ആസ് സൂൺ ആസ് യു ഗെറ്റ് ഹിയർ. ഈ മീഡിയയുടെ അപ്പുറത്തിരിക്കുന്നത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എബ്രോഡ് സ്റ്റഡീസിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ എബ്രോഡ് സ്റ്റഡീസിന് വേണ്ടി വന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലോ ദ ഓൺലി തിങ് ദാറ്റ് ഐ വോണ്ട് ടു സേ ഈസ് മേക്ക് ഫ്രണ്ട്സ് ആസ് സൂൺ ആസ് പോസിബിൾ. കുറച്ച് ഒരു 2-3 ഫ്രണ്ട്സെങ്കിലും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നമ്മുടെ ഇനീഷ്യൽ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുന്ന ഒരു പരിധി വരെ നമുക്ക് അതിലൊരു ആശ്വാസം ഉണ്ടാവും. അതായത് നാട്ടില് നമ്മളൊരു ചായക്ക് 10 രൂപ കൊടുത്തോണ്ടിരുന്നപ്പം, ഒരു മന്തിക്ക് 200 രൂപ കൊടുത്തോണ്ടിരുന്നപ്പോഴൊക്കെ നമുക്ക് അത് തന്നെ വലിയൊരു എമൗണ്ട് ആയിരുന്നു. അല്ലേ? പക്ഷെ ഇവിടെ വരുമ്പഴത്തേക്കിന് ഇവിടത്തെ ഒരു സീനെന്ന് പറയുന്നത് ഒരു ചെറിയൊരു പീസ് ഓഫ് ഒരു പപ്സിന്റെ പോലത്തെ ഒരു സാധനത്തിന് തന്നെ ഇവിടെ ഒരു നമ്മുടെ നാട്ടിലൊരു 220 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. ഇങ്ങോട്ട് വരുമ്പം എല്ലാവരും അതായത് ഒരാള് വിടാതെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഓരോ സാധനത്തിനെയും അതിന്റെ യൂറോയിലുള്ള ഒരു പ്രൈസിനെ ഇന്ത്യൻ പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചെന്നൊരു ബോട്ടിൽ വെള്ളം എടുക്കുമ്പോഴത്തേക്കിനും നോക്കും €2. നാട്ടിലൊരു ₹200 വേണോ? തിരിച്ചു വെക്കും. ഇത് ഈ ഒരു ഈ ഒരു മൈൻഡ് സെറ്റ് മാറാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആൻഡ് ഫോർ ഹൂഎവർ ഈസ് വാച്ചിങ് ദിസ് ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. നിങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് മാറും. ഇനീഷ്യലി ഉള്ള നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂറോയിൽ പൈസ ഏൺ ചെയ്യുന്നില്ല. നമ്മൾ സ്പെൻഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്കിത് ഭയങ്കര ഒരു മെന്റൽ ഇഷ്യൂ ആയിട്ട് മാറും ഈ ഫിനാൻഷ്യൽ സൈഡ് എന്ന് പറയുന്നത്. പക്ഷേ വൺസ് യു സ്റ്റാർട്ട് ഏർണിങ് ഇൻ യൂറോസ് ഒരു ആദ്യത്തെ 2 മാസം സ്റ്റിൽ ഇത് നമ്മുടെ മൈൻഡിലുണ്ടാവും. നമ്മൾ യൂറോയിലാണ് പൈസ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പാർട്ട് ടൈം ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യത്തെ ഒരു 1-2 മാസം സ്റ്റിൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷേ അതിനുശേഷം നമ്മള് റെഗുലർലി യൂറോയിൽ ഏൺ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കിന് നമ്മള് എവിടെയൊക്കെ നമ്മൾ വിൽ ഫൊർഗെറ്റ് അബൌട്ട് ദാറ്റ് യൂറോ ടു ഐഎൻആർ കൺവേർഷൻ. ബിക്കോസ് അത് ഹ്യൂമൻ അതായത് നമ്മുടെ നേച്ചറിലുള്ളതാണ്. കാരണം നമ്മൾ പെട്ടെന്ന് അതായത് നമ്മൾ ഐഎൻആറിൽ ഏൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഐഎൻആർ പവറിലാണ് ആ ഒരു പർച്ചേസ് പവർ പാരിറ്റി അവിടെ നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ വേറൊരു രാജ്യത്ത് വരുമ്പോഴത്തേക്ക് നമ്മളത് ചിന്തിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ യൂറോയിൽ കിട്ടുമ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഫ്രാക്ഷൻ ഓഫ് കോസ്റ്റ് ആണ് ഒരു ബോട്ടിൽ വെള്ളത്തിന് €2 എന്ന് പറയുന്നത്. €2000 കിട്ടുമ്പോൾ €2 എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് എ കോസ്റ്റ് ആണ്. പക്ഷേ ഇനീഷ്യലി വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു യൂറോയിൽ നമുക്ക് പൈസ കിട്ടുന്നില്ല. നമ്മുടെ കയ്യിലുള്ള സേവിങ്സോ എഡ്യൂക്കേഷൻ ലോണിനോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇതെടുത്ത് കൊടുക്കുന്നത്. അപ്പം പക്ഷേ എനിക്ക് പറയാനുള്ളത് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ദാറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. ഒരു 2-3 മാസം സമയം കൊടുക്കുക. പാർട്ട് ടൈം ഒക്കെ കിട്ടി ഒന്ന് സെറ്റ് ആവുന്നിടം വരെയുള്ള സമയം കൊടുക്കുക. ദെൻ ഇറ്റ്സ് ഗോണ ബി ഫൈൻ. കൾച്ചറൽ ഷോക്കിനെ പറ്റി ആൾക്കാര് പറയുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടും ഭയങ്കര എന്താ പറയുന്നത് ഒരു ഫൺ രീതിയിലൊക്കെയാണ് പറയുന്നത്. അവിടെ പോയപ്പോഴത്തേക്കിനും ഭയങ്കര മാറ്റമൊക്കെ വന്നല്ലോ, അടിപൊളിയാണല്ലോ, അതായത് ഭയങ്കര ബിൽഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ലൈക് എവറിത്തിങ് ഇസ് ക്ലീൻ ആൻഡ് ഓൾ ദോസ് തിങ്സ്. പക്ഷെ അത് ആദ്യത്തെ ഒരു കുറച്ച് നാളത്തേക്കിനെ ഉള്ളൂ ഈ ഒരു കൾച്ചറൽ ഷോക്കിനെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കി കാണുന്നത്. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മളൊരു റെസ്റ്റോറന്റിൽ പോയി ഇരുന്നൊരു മെനു നോക്കുമ്പോഴത്തേക്കിന് എല്ലാം ബർഗറും പിസയും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആണെന്ന് കാണുമ്പം നമ്മുടെ മൈൻഡിൽ തന്നെ വരും പുല്ല് നാട്ടിലുള്ള എന്തെങ്കിലും ഒരു സാധനം അടുത്ത് റിമോട്ട്ലി ക്ലോസ് ആയിട്ട് കുറച്ച് എരിവുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിലെന്ന് നമുക്ക് തോന്നും. അതൊരിക്കലും നമ്മുടെ കുറ്റമല്ല അവരുടെ കുറ്റമല്ല.
നമ്മുടെ മൈൻഡില് വരുന്നതാണ്. ചിലര് ചോദിക്കും ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ നീ അങ്ങോട്ട് കുറ്റിയും പറിച്ച് പോയത്. പിന്നെന്തിനാണ് അതിനെ കുറ്റം പറയുന്നത്? ഞാൻ പറയുന്നത് നമ്മുടെ മൈൻഡില് ഇവിടെ വന്ന് ഇവിടെ ജീവിക്കുന്ന ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് തുടക്കത്തിൽ ഇത് നമ്മുടെ മൈൻഡിൽ വരും. കുറച്ച് ചോറ് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. ആൻഡ് ഓൾസോ ആ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റം വരുമ്പോഴത്തേക്കിന് നമ്മൾ കൈകൊണ്ട് കഴിച്ചിട്ട് നമ്മൾ ചുറ്റിനും നോക്കുമ്പോഴത്തേക്കിന് ആൾക്കാരെല്ലാം മറ്റേ ഫോർക്കും മറ്റേ നൈഫും എല്ലാം വെച്ച് മറ്റേ ഇങ്ങനെ ഇരുന്ന് മുറിച്ച് കഴിക്കുന്ന കാണുമ്പോഴത്തേക്കിന് വി ഫീൽ ഔട്ട് ഓഫ് പ്ലേസ്. അതായത് പെട്ടെന്ന് നമ്മൾ കോൺഷ്യസ് ആവും. ഓ ഞാൻ എൻ്റെ കൈ കൊണ്ട് കഴിക്കുന്നത് അതായത് ഒരു കുറച്ചിലാണോ എന്നുള്ളത്. ദീസ് ആർ ഫ്യൂ തിങ്സ് വിച്ച് കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്നതിൻ്റെ നെഗറ്റീവ് സൈഡാണ് ഈ കാര്യങ്ങളെല്ലാം. അതായത് കുറച്ച് പോസിറ്റീവ് സൈഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അതായത് വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കുറേ നല്ല കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കുറച്ച് സൈഡ്സ് ഓഫ് കൾച്ചറൽ ഷോക്ക് ഉണ്ട് വിച്ച് ടേക്സ് എ വൈൽ ടു അഡ്ജസ്റ്റ്. ആൻഡ് ദ തിങ് ദാറ്റ് ഐ വോണ്ട് ടു സേ ഈസ് കൈകൊണ്ട് കഴിക്കുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഡീവാല്യൂ ചെയ്യുന്ന ഒരു കാര്യമല്ല. ദിസ് ഈസ് അവർ കൾച്ചർ. കൈകൊണ്ട് കഴിക്കുക എന്നുള്ളത് നമ്മുടെ കൾച്ചറാണ്. അപ്പോൾ അത് എവിടെ പോയാലും നമ്മുടെ ഒരു എത്തിനിസിറ്റി നമ്മുടെ കൾച്ചറിനെ നമ്മൾ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുക. അതിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോഴാണെങ്കിലും എൻ്റെ ഓഫീസിൽ വർക്കിന് പോകുമ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് കഴിക്കുന്നത്. ആൾക്കാരെല്ലാം സ്പൂണ് ഫോർക്ക് നൈഫ് വെച്ചൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് കഴിക്കുന്നത്. ബിക്കോസ് അതെൻ്റെ പാർട്ട് ഓഫ് മൈ കൾച്ചർ. വി ഈറ്റ് വിത്ത് അവർ ഹാൻഡ്സ്. അത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അതിൽ ഒരിക്കലും ഒരു കോംപ്രമൈസോ അല്ലെങ്കിൽ കുറച്ചിലോ കാണുന്ന ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എബ്രോഡ് സ്റ്റഡീസിൽ വരുമ്പോഴത്തേക്കിന് കുറച്ച് ഒരു ഡാർക്കർ സൈഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡഡ് സൈഡ് ഓഫ് സ്റ്റഡിയിങ് എബ്രോഡ്. പക്ഷേ വൺസ് യു പാസ് ദാറ്റ് 2-3 months ഒരു പാർട്ട് ടൈം ഒക്കെ കിട്ടി ഒന്ന് ഏൺ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ things are going to get much better. But after a point things are going to get better, way better. പിന്നെ once you ഒരു ജോലി കിട്ടി കഴിയുവാണെന്നുണ്ടെങ്കിൽ then things are going to be really really beautiful. Because once you get like 2,000, 2,500, 3,000 euros ഒക്കെ മന്ത്ലി ഇന്ന് കിട്ടുമ്പോഴത്തേക്കിന് പൈസ ഉണ്ടെങ്കിൽ ഏത് സ്ഥലവും അടിപൊളിയാണ്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. പൈസ ഉണ്ടെങ്കിൽ ഏത് സ്ഥലവും അടിപൊളിയാണ്. പക്ഷേ ഫോർ പീപ്പിൾ ഹു ആർ തിങ്കിങ് അബൌട്ട് കമ്മിങ് അബ്രോഡ് വരുന്നതിന് മുമ്പ് ഒരുപാട് റിസർച്ച് ചെയ്യുക. ഇവിടുത്തെ ജോലി സാധ്യതകളെ പറ്റിയൊക്കെ നോക്കുക. കാരണം ഇവിടെ ഭയങ്കര ടഫാണ്. ജോലി കിട്ടാൻ ഭയങ്കര ടഫാണ്. ഞാൻ ഓപ്പൺലി പറയുവാണ്. ഈ എന്താ പറയുന്നത് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസീസ് ഒക്കെ പറയുന്ന പോലെയല്ല. ഇവിടെ ജോലി കിട്ടാൻ പാർട്ട് ടൈം കിട്ടുമായിരിക്കും. പക്ഷേ ഫുൾ ടൈം ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. ഈ പറയുന്ന ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ജോലി കിട്ടണം. ആ ജോലി കിട്ടാൻ ഇവിടെ നല്ല പാടാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു എന്താ പറയുന്നത് നിങ്ങളുടെ ആ ഒരു റിസർച്ച് വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യുക. അതിനുശേഷം ഒരു കൺട്രിയും കോഴ്സും ചൂസ് ചെയ്യുക. അതിനുശേഷം കയറി വരിക.